കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ ഭക്തരെ കാണാനായി കാത്തിരിക്കുന്നത് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് വന്ന് പ്രദർശനം ചെയ്ത് ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് അവിടുന്ന് അങ്ങനെ വന്ന് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ ഒന്ന് പ്രദർശനമൊക്കെ ചെയ്ത് അവിടുന്ന് ഇങ്ങനെ വന്നാൽ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ കൊടിമരവും അതേപോലെ അതിൻ്റെ മുന്നിലുള്ള വലിയ ബലിക്കല്ലും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 സ്വർണം കെട്ടിയ കൊമ്പുകളും അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവിയും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും അതേപോലെ കെടാവിളക്കും ഒക്കെ കണ്ട് വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി നരസിംഹത്തേക്ക് ഒന്ന് സ്മരിച്ച് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ, നിത്യം കാണുന്ന പോലെ തന്നെ നല്ല പ്രകാശം. അതെന്താ വെച്ചാൽ സ്വർണത്തിൻ്റെ വിളക്കും വെള്ളിയിലെ വിളക്കൊക്കെ അതിലിങ്ങനെ നെയ്യിങ്ങനെ ഒഴിച്ച് അതിങ്ങനെ കത്തുകയാണ്. ആ ദീപങ്ങൾ തന്നെ തമ്മിലിങ്ങനെ എന്താ പറയുക, സംസാരിക്കുന്ന പോലെയാണ്, കുശലം പറയുന്ന പോലെ. എനിക്ക് തോന്നുന്നത് ഉണ്ണിയുടെ സൗന്ദര്യം കണ്ടിട്ട് ആ ദീപങ്ങൾ തമ്മിൽ പറയുക, ഒന്ന് നമ്മുടെ പൊന്നുണ്ണിയെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുന്ന പോലെയാണ്. ആ ഉണ്ണിയുടെ കയ്യിൽ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോന്നായിട്ട് പറയുകയാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ 2 കാലിങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഇടത്തെ കാലൊന്നിങ്ങനെ കുറച്ച് പതുക്കെ ആക്കി വെച്ചിട്ടുണ്ട്, മടക്കി വെച്ച മാതിരി. 2 കാലിൻ്റെയും കാൽപാദങ്ങളും കാണാണ്ട്, കാൽത്തളകളും കാണാണ്ട്. പിന്നെ പട്ടുകോണക കൊടുത്തിട്ടുണ്ട്. അതേപോലെ അരമണി ഇങ്ങനെ കാണാണ്ട് കിങ്ങിണി ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. ചെറിയ കുമ്പയൊക്കെ ഉള്ള ഉണ്ണി തന്നെ കേട്ടോ, ചെറിയ ഉണ്ണിയാണ്. അങ്ങനെ നോക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാലയും ഒരു പതക്കം പോലത്തെ മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ കാലിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വെണ്ണക്കുടം നിറച്ച് വെണ്ണ. അതോ വെണ്ണക്കുടം കണ്ടാലോ എന്ത് രസമാണെന്നറിയോ, പുള്ളിയും കുത്തൊക്കെ ആയിട്ട് നല്ലൊരു വെണ്ണക്കുടം. അതിൽ നിറച്ച് വെണ്ണ ഇങ്ങനെ തുളുമ്പുക. അതിങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് അടുത്തേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് വലത്തെ കൈ കൊണ്ട് ആ വെണ്ണ ഇങ്ങനെ എടുത്ത് കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. വെറുതെ എല്ലാ ദീപങ്ങൾ പോലും പറയുന്നത് ആ ഉണ്ണിയുടെ സൗന്ദര്യം അതാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ആ കൈവളകൾ കാണാണ്ട്, അതേപോലെ തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ നല്ലൊരു ഗോപിക്കുറി പോലെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ട് ഒരു പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു ഉണ്ണി, നല്ലൊരു ഉണ്ണി. ആ ഉണ്ണീനെ കാണാനാട്ടോ എന്തൊരു കൗതുക. അപ്പം അങ്ങനെ നോക്കി കാണുന്ന ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ നോക്കിയാൽ മുകളിലേക്ക് തിരുമുടിമാലകൾ 3 ഉണ്ട്. വെളുത്ത പൂവും പിന്നെ തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. വെളുത്ത പൂവ് നന്ദ്യാർവട്ടാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു കാഴ്ചയാണ്. അതേപോലെ തന്നെ 2 ഉണ്ടമാല എന്താ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും തുളസിയും ഒന്ന്, താമരയും തെച്ചിയും തുളസിയായിട്ടുള്ളതും. അങ്ങനെ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. ആ ഉണ്ണിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നല്ല നിറഞ്ഞ പുഞ്ചിരിയായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ അതേപോലെ തന്നെ പൊന്നോടക്കുഴൽ ഇങ്ങനെ അരയിൽ തിരികെ വെച്ചിട്ടുമുണ്ട്. ഇപ്പോൾ പൊന്നോടക്കുഴലിനൊന്നും സ്ഥാനമില്ല, അത് അരയിലിരിക്കട്ടെ, ഞാൻ ഈ വെണ്ണ ഒന്ന് കഴിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ആ വെണ്ണക്കുടം പിടിച്ച് വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുക നമ്മുടെ പൊന്നുണ്ണി. അപ്പോൾ എന്ത് രസമല്ലേ, എല്ലാവരും കണ്ടോളൂ കേട്ടോ. നമ്മളിപ്പോൾ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ആ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ, ആ പൊന്നുണ്ണിയെ കണ്ട് തൊഴുതോളൂ, ആ വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുതോളൂ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ, സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ അഗ്നികോണിലുള്ള ബലിക്കല്ലും ആ തിടപ്പള്ളി അതേപോലെ ആലിലക്കണ്ണനെയും അതേപോലെ തന്നെ സപ്തമാതാക്കളെയൊക്കെ കാണാം. അതൊക്കെ കണ്ടിങ്ങനെ തൊഴുത് ഗണേശൻ്റെ അടുത്ത് വരിക, ഗണേശനെ കണ്ട് തൊഴാം.
പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടുന്ന് മായാദേവീനെയും ചെറിയ ഗണേശനെയും ഒക്കെ കണ്ട് തൊട്ട് തലോടി മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദവും ഒക്കെ വാങ്ങി ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ അനന്തശായിയായ അനന്തപത്മനാഭനെയും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വന്ന് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തുള്ള വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നീക്കുമ്പോൾ ആ നരസിംഹത്തിൻ്റെ രൂപം കാണാം, ഉഗ്ര നരസിംഹം. അത് കണ്ട് തൊഴുത് തിരിച്ചിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനും ഒക്കെ കണ്ട് തൊഴാം. അങ്ങനെ വന്ന് മുരുകനെയും കണ്ട് തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ അവിടെ തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപമൊക്കെ കണ്ട് തൊഴുത് വെണ്ണക്കണ്ണനെയും കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ വന്ന് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് താമരക്കണ്ണനെയും കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണൻ, അതേപോലെ തന്നെ മണിക്കിണറും നിർത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ മുന്നിലെത്തി ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുക. എന്നിട്ട് തിരിഞ്ഞ് നിന്ന് മനസ്സിൽ മമ്മിയൂരപ്പനെ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ എത്തിയ ഒന്നുകൂടി നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഉണ്ണിക്കണ്ണനെ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കണ്ടു തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കൂത്തമ്പലത്തിലും അയ്യപ്പസ്വാമിയുടെ അവിടെയും വന്ന് നമസ്കരിക്കാം. അയ്യപ്പസ്വാമിയുടെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ വന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ് നടയിൽ വന്ന് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. കണ്ട് തൊഴുത് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ടു തൊഴാം. അത് കഴിഞ്ഞ് ഭഗവതിയുടെ അവിടെയും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെയും വന്ന് ഭഗവാനെ നോക്കി കണ്ട് തൊഴുത. പിന്നെ തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനും ഒപ്പം സ്മരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എനിക്ക് കുറേയൊക്കെ ഭേദമായി. ഇനിയിപ്പോൾ 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി ആയിട്ട് ഒന്നുകൂടി പോകണം. അപ്പോൾ സ്റ്റിച്ചൊക്കെ എടുക്കുന്നതാണ് വിചാരിക്കുന്നത്. എല്ലാവരെയും പ്രാർത്ഥന ഉണ്ടാവുക. എന്തായാലും വളരെ വേഗം സുഖം പ്രാപിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവുകൊണ്ട് തന്നെയാണ്. ഹരേ കൃഷ്ണ.